ജിമ്മിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് പോകുന്നത്. ഇതാണ് ഓഫീസ് ഡോർ ജിമ്മിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 39 ഫ്ലോർ. ഇതാണ് ജിമ്മിൻ്റെ റിസപ്ഷനിലേക്കുള്ള എൻട്രൻസ്. ജിമ്മിൻ്റെ മേൽ ഡ്രസ്സിങ് റൂമും ചേഞ്ചിങ് റൂമിലെ ഡ്രയറൊക്കെ ഉള്ളത്. പിന്നെ ഇത് ഷെൽഫ് നമ്മൾ ഒക്കെ എല്ലാം നോക്കുകയാണല്ലോ. ഓക്കെ, വെക്കുക. പിന്നെ ഡ്രസ്സ് ചേഞ്ചിങ് റൂം, സെൻസർ അതെല്ലാം എത്തുന്നതാണ്. പിന്നെന്തായിരുന്നു, ടോയ്ലറ്റ്, വാഷ്റൂം, ബാത്ത് ഏരിയ സോറി വാഷ്റൂം. ഇത് വാഷ്റൂം. ഇതാണ് കൂൾഡ് വാട്ടർ, ഐസ് വാട്ടർ. ഇത് സ്റ്റീമാണ്. സ്റ്റോപ്പായ ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഡ്രസ്സിങ് റൂമൊക്കെ ജിമ്മിലേക്ക് ജിമ്മ് പറഞ്ഞാൽ അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളുണ്ട്, ആവശ്യമില്ല സെറ്റപ്പുണ്ട്. ഇതാണ് ജിമ്മിൻ്റെ ഒരു ഏരിയ, ഒരു പാർട്ട്. പിന്നെ ഇത് വ്യൂ ആണ്. രാത്രി നല്ല അടിപൊളി വ്യൂ, പക്ഷെ ക്ലാരിറ്റി കിട്ടുന്നില്ല. ഷെറാട്ടൺ ഹോട്ടൽ, കോർണേഷ്, KS സൈഡിൽ നിന്ന് കാണാൻ പറ്റും. ക്യൂട്ട് ലോറിയുടെ ഓഫീസ് അല്ല. ടിമ്പിൾസ്. പിന്നെ ജിമ്മിലുള്ളത് സ്വിമ്മിങ് പൂളുണ്ട്. സ്വിമ്മിങ് പൂള് പൊളിയാണ്. ഉള്ള ആളുണ്ടോ അതില്ല. ഇത് നല്ല വ്യൂ കേട്ടോ. കോർണേഷ് കാറെല്ലാം പോകുന്നത് ഔട്ട് സൈഡ് വ്യൂ. സ്വിമ്മിങ് പൂള് അടിപൊളി. പിന്നെന്താ, അത്യാവശ്യം മക്കളെയും കൂട്ടി വന്ന് ഇടയ്ക്കെല്ലാം കുളിക്കാറൊക്കെ ഉണ്ട്. ജക്കൂസി, പിന്നെ വാഷ് ഏരിയ,
കാരിഫോർ സിറ്റി സെൻറ്റർ. സിറ്റി സെൻറ്റർ ഉണ്ടോ? അത് കഴിഞ്ഞ് പിന്നെ എന്തായിരുന്നു, പിന്നെ അടുത്ത ജിമ്മ് എന്ന് പറഞ്ഞാൽ കാർഡിയോൻ്റെ സെക്ഷൻ. കാർഡിയോൻ്റെ സെക്ഷൻ ഇവിടെ ഉണ്ട് അടുത്ത്. കാർഡിയോ അല്ലേ, ജമ്പർ, പഞ്ചിങ് മെഷീൻ. വിൻഡോയിലൊക്കെ ഫുൾ കച്ചറുണ്ട്, ക്ലാരിറ്റി ഇല്ല. സോ ഇതാണ് സംഭവം. അപ്പോൾ ഇനി എക്സസൈസ് ചെയ്യട്ടെ. 5 മിനിറ്റായില്ലേ, ഇന്നൊക്കെയുള്ളതല്ല. ഹായ് ഗായ്സ്, ഞാൻ ഇന്നുള്ളത് ഖത്തറിലെ കൂളസ്റ്റ് ന്യൂ പ്ലേസ് ആണ്. വെസ്റ്റ് വാക്ക് സൽവാർ റോട്ടിൽ ഓൺ ദ വേ ടു വില്ലാജിയോ, അതിൻ്റെ ഒരു ഏരിയയിലാണ്. നല്ല കൂൾ പ്ലേസ് ആണ്. ഞാൻ വന്നതൊരു 4:30 മണിക്കാണ്. അപ്പോൾ അത്ര ഒരു ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നല്ലോ. ഒരു രാത്രി ഒരു 7 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ലൈറ്റിംഗ് ഓപ്പൺ ഏരിയ ആണ്. ഓപ്പൺ ഏരിയ എന്ന് പറഞ്ഞാൽ കൂളായിട്ട് കുറച്ച് ലക്ഷറി ആയിട്ടുള്ള കുറച്ച് അടിപൊളി റെസ്റ്റോറൻറ്റ്സ് ആണ് സൈഡിലെല്ലാം. ഓപ്പൺ, എന്താ പറയുക, ഫുഡ് സ്ട്രീറ്റ് എന്നൊക്കെ പറയാം. പിന്നെ എല്ലാം ഉണ്ട്. ബിൽഡിങ്ങിൽ ജിമ്മുണ്ട്, ടെന്നീസ് കോർട്ടുണ്ട്, കുട്ടിയെ കളിക്കാൻ പറ്റിയ പ്ലേസ് ഉണ്ട്, പ്ലേ ഏരിയാസ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പിന്നെ കുറേ റെസ്റ്റോറൻറ്റ്, ലൈറ്റിംഗ് സെറ്റപ്പ് എല്ലായിട്ട് നല്ലൊരു വൈബാണ്. ഗേൾഫ്രണ്ടിലായിട്ട് ഫുഡ് കഴിക്കാനും കറങ്ങാനൊക്കെ നല്ലൊരു അടിപൊളി പ്ലേസാണ്. പിന്നെന്താ, പിന്നെ ടെന്നീസ് കളിക്കാൻ താല്പര്യമുള്ള പേ ചെയ്തിട്ട് പോയി കളിക്കാം. പിന്നെന്താ, ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. നല്ല നല്ല വൈബാണ് ഇവിടെ. നല്ല കിടിലം, എന്താ പറയുക, റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതൊക്കെയാണ് ഞാൻ കണ്ട കാഴ്ചകൾ. ഞാൻ ചുമ്മാ പകർത്തിയതാണ്. പിന്നെ ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. നല്ലൊരു ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് നല്ല കാറ്റും നല്ലൊരു ഈവനിങ് വൈബൊക്കെ ആസ്വദിക്കാം. പിന്നെ DJ ഉണ്ടെന്ന് തോന്നുന്നു, കുട്ടികൾ കളിക്കുന്ന കുറേ പരിപാടികളെല്ലാം ഉണ്ട്. ഞാനൊരു റെസ്റ്റോറൻറ്റിന് മുന്നിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ അയാൾ പറഞ്ഞു ഉള്ളിൽ കയറി എടുത്തോ. ഞാനൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് എവിടെയാണെന്നൊക്കെ ചോദിക്കണം എന്നുണ്ടായിരുന്നു, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്. പക്ഷേ നോമ്പ് തുറക്കുന്ന സമയമായിരുന്നു, അവർ ബിസിയായി. അപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങി. ചെറിയ ചെറിയ കട്ടുകളൊക്കെ സ്പീഡായിട്ടുണ്ടല്ലേ. നല്ല അടിപൊളി വൈബാണ്. നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളായിട്ട് നല്ലൊരു ഫീലുള്ളൊരു റെസ്റ്റോറൻറ്റ്. ഇതെല്ലാം അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് ആ റെസ്റ്റോറൻറ്റിൽ. നല്ല ലൈറ്റിങ്ങും ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസും ഒക്കെ ഉണ്ട്. ഇത് അവിടുത്തെ എൻട്രൻസ് ആണ്. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഈ പയ്യൻ നല്ലൊരു ക്യാരക്ടറാണ്. ഇതാണ് സംഭവം. നല്ലൊരു വൈബാണ്. ഒരു അറബിച്ചുണ്ട്. പിന്നെ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വൈബ്. പിന്നെ
സീലിംഗിൽ നല്ലൊരു പരസ്യമായിട്ട് ഒരു വാൾ ടി വി നല്ല രസമുണ്ട് സീലിംഗിൽ. പിന്നെ ഇത് കുറച്ച് നല്ല ചാട്ടൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ, ഒരു റെസ്റ്റോറൻറ്റ്. മെയിൻ ഈ റെസ്റ്റോറൻറ്റ് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈവനിങ് കാണാൻ നല്ല വൈബാണ്. അറൗണ്ട് 7 ആ ഒരു ടൈമിൽ ലൈറ്റിംഗ് എല്ലാം ഓൺ ആയി കഴിഞ്ഞാൽ ഒരു നല്ലൊരു ലൈറ്റിംഗ് ട്രീ ഉണ്ട്. ഇതാണ് ആ സീലിംഗ്, അടിപൊളി സീലിംഗും പരസ്യം. നല്ല അടിപൊളി മരത്തിൻ്റെ മുകളിൽ കുറേ ലൈറ്റ് വെച്ചിട്ട് ഇതുപോലെ എൻ്റെ വീട്ടിൽ ചെയ്യണമെന്നുണ്ട്. കിട്ടില്ല മരം. ഞാൻ 12,000 റിയാലിന് 12,000 റുപ്യയിൽ ചെടി മേടിച്ചിരുന്നു വീട്ടിൽ. അപ്പോൾ അത് ഉണങ്ങിയിട്ട് ഇതുപോലെയാക്കി. അപ്പോൾ അതിൻ്റെ മുകളിൽ ലൈറ്റും വൈറ്റ് പെയിൻ്റ് അടിച്ചാൽ നല്ല ഭംഗിയുണ്ടാവുന്ന വൈഫ്. ഇതിൽ ഓരോ റെസ്റ്റോറൻറ്റിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഖത്തറിൻ്റെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സീറ്റിംഗ് സെറ്റപ്പിലുണ്ട്. ഡിഫറെൻ്റ് ഏരിയയിലുള്ള മരങ്ങളുടെ ഫോട്ടോ ആണിത്. ഒരു അറബിച്ച് വെൽക്കം ചെയ്യുന്നുണ്ട്. ജീപ്പ് കിട്ടില്ല, പുതിയ മോഡൽ ഓഫ് റോഡ് വണ്ടി. കിട്ടില്ല, പവർ എഞ്ചിനൊക്കെ ഉള്ള വണ്ടി, ഒന്നും പറയാനില്ല. ഇതിൻ്റെ ഫ്രണ്ടൊക്കെ കാണണ്ട. കയറ്റാനും ക്രെയിന് പോലെയുള്ള സാധനങ്ങളൊക്കെ കിട്ടില്ല. ഉപ്പുലി സാധനം. ഇതാണ് ആ സീലിംഗ്. വീണ്ടും ആ സീലിംഗ്. പിന്നെ ഫ്ലവറിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ്, ഒരു പിങ്ക് റെസ്റ്റോറൻറ്റ് കേക്ക് ഷോപ്പാണ്. ഉള്ളും നല്ല വൈബാണ്. പിന്നെ ഇതൊക്കെ അവിടുത്തെ ട്രഡീഷണൽ ഐറ്റംസ്, ഇതൊക്കെ ചുമ്മാ പകർത്തിയതാണ്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. പ്ലേ ഏരിയ. ഇതാണ് ടെന്നീസ് ഏരിയ. ഇവിടെ നമുക്ക് റെൻറ്റിനെടുത്ത് ടെന്നീസ് കളിക്കാം. പിന്നെ മാക്ഡോണൽസിൽ പോയി എൻ്റെ മോനൊരു കേക്ക് മേടിച്ചു കൊടുത്ത്. കേക്കിൻ്റെ പേരെന്തായിരുന്നു മറന്നു. കേക്ക് മേടിച്ച് അവനത് കഴിച്ചു. പിന്നെ ഞങ്ങൾ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള കാഴ്ചയാണ് ഇത്. കുറച്ച് വീഡിയോ ഫസ്റ്റ് എടുത്തതാണ്, പിന്നെ ലാസ്റ്റ് വിട്ടത്. ഫസ്റ്റ് പോയ പാട് അവിടെ ഒരു 4 മണിയാണ്ട് ലൈറ്റപ്പ് അത്ര ഭംഗിയില്ല. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് എടുത്തത് ഫസ്റ്റ് എടുത്ത് ലാസ്റ്റ് ഇട്ടിട്ട് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ബോറടിക്കണമെന്ന് വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തു. ഇതൊക്കെ ലാസ്റ്റ് എടുത്താണ്, ഇത് ഫസ്റ്റ് എടുത്താണ്. ഇതൊക്കെ ഡേ ലൈറ്റിൽ എടുത്താണ്. ഫസ്റ്റ് വാക്ക് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഏരിയ ആണ്. പക്ഷേ ഞാൻ കമൻസ് ഒക്കെ നോക്കുമ്പോൾ ഫുള്ള് നെഗറ്റീവ് കമൻസുള്ള ഫയർ അലാറം അടിയുന്നുണ്ട്, കൺസ്ട്രക്ഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നത്. കാണാൻ നല്ല രസം. നല്ലൊരു സ്വർണത്തിൻ്റെ കളർ, പിങ്ക് കളറിൽ പാൽക്കണമെന്ന് തോന്നുന്നു. ഇതൊരു റെസ്റ്റോറൻ്റാണ്. നല്ല അടിപൊളി വൈബ് സംഭവം. ട്രഡീഷണൽ ഐറ്റംസ്. പിന്നെ ഒരു ഷോപ്പ് കയറി, കേക്ക് സൂപ്പർ മാർക്കറ്റ് കയറിയതാണ്. സൂഷി ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു മോണോ എന്നാണ് പേര് സൂപ്പർ മാർക്കറ്റിൻ്റെ. അതിൻ്റെ കൗണ്ടർ. പിന്നെ ഒരു ലക്ഷറീസ് ഫിഷ് കൗണ്ടറുണ്ട്. അപ്പോൾ ഒന്ന് പകർത്താമെന്ന് വെച്ച്. കൂന്തലുണ്ട്, കൊഞ്ചനുണ്ട്, സാൽമൺ ഉണ്ട്, കിങ് ഫിഷ് ഉണ്ട്. പിന്നെ ഓണത്തിന് പൂവിട്ട പോലെ കുറേ മീനുകൾ, വെറൈറ്റി മീനുകൾ കടലിൽ നിന്നും പിടിച്ചെടുത്താന്ന് തോന്നുന്നു. പിന്നെ കൊഞ്ചനുണ്ട്. കൊഞ്ചനിങ്ങനെ മാറ്റിയിടുന്നുണ്ട്. ഇതൊക്കെയാണ്. പിന്നെ ജിമ്മുണ്ട് അവിടെ. ജിമ്മിൻ്റെ അടിപൊളി ജിമ്മ്, പുതിയ ജിമ്മ്. പിന്നെ അവിടെ തന്നെ പ്രോട്ടീൻ കൗണ്ടറുണ്ട്. ഇത് കുട്ടികളെ കളിപ്പിക്കുന്ന സ്ഥലം, എക്സസൈസ്, ജമ്പ് ഒക്കെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലം. ഇത് അതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്കുള്ള തന്നെ ഒരു കഫേയാണ്. കുട്ടികളുടെ ഐറ്റംസും കേക്കും കാര്യങ്ങളൊക്കെ ഉള്ള.
പിന്നെ ഇതന്നെ. പിന്നെ വീണ്ടും മുകളിൽ പോയി കുറേ എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസിലാണ് ഇതുപോലെ കുറേ എസ്കലേറ്റർ ഉണ്ട്. എവിടെയാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അതാണ് മാൾ എൻട്രൻസ്. അങ്ങനെ ഇതൊക്കെയാണ് കാഴ്ചകൾ. ഇത് വീണ്ടും ആ സീലിംഗ് എന്താ പറയുക, വാള്. നായിനെ നോക്കാനായിട്ടൊരു ആളുണ്ടോ? സ്ഥലം പോയി കളിച്ച കുട്ടികളെ ഇതൊന്നുമില്ലല്ലോ. പാർക്കിംഗ് ഒന്നുമില്ല, ഇത്രയും തിരക്കായില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇവിടെ ഇവിടെ ഇങ്ങ് വാ, ഓളെ കൂട്ടിക്കോ. നെറൂസ അവളെ കൂട്ടിക്കോ. Asbi, I love you. Asbi, As. ആച്ചി എന്റെ ഡിമ്പിൾ കാണിച്ച ഡിമ്പിൾ എനക്കില്ലല്ലോ. ബോട്ട് സവാരിയെല്ലാം ഉണ്ട്. ശാലു അടിപൊളി ഷർട്ടും പാൻറ്റല്ലാന്നല്ലോ. ഒരു കണ്ട പരിചയമുണ്ടല്ലോ. ആ പാപ്പാൻ്റെ ഡാൻസ് കളി
ഡാൻസ് കളിടി. Settle Hezwe. Aizo. Ice. Aizo. Look back. Ice. Aizo. Look back. Hi. പോയി കളിച്ചു കൊടുത്തു. മര്യാദക്ക് തട്ട്. ഷാലു കളിക്കേ. ഷാലു പ്ലിങ്ങായി. പ്ലിങ് ഔട്ടായിക്കില്ല. ടച്ചായിക്കാ. ടച്ചായിക്കില്ല പൊട്ടാ. എന്ത് കാറ്റിനെ കൊണ്ട് നല്ല എക്സ്ക്യൂസ് എനിക്ക്. പോയി. ഷാലു ഷാലു മര്യാദക്ക് കളിച്ചു സ്മെല്ല് കണക്കുന്നുണ്ടാ? ഇതൊരു മൊഞ്ച. എൻ്റെ പെങ്ങളെ കാണ്. ക്യൂട്ട് ഫേസ്. നല്ല പീസ്ഫുൾ. അതിന് ഐസ് കരയുന്നേ. ഐസോ ഐസോ എന്തിനാ കരുന്നേ? എന്നാ ഐസോ എന്തിനാ കരുന്നേ? കണ്ടറിയാനുള്ള കാര്യത്തിലാണ്. പോവാ. എന്തിനാ നെഫ്സിൻ്റെ പോസ് ചെയ്യും. ഒരു മിനിറ്റ്. അടിപൊളി. ആ ഓക്കെ. നാച്ചി കിടിലം പോസ്. നേരൂസ പോസ്. അടിപൊളിയാ. കിടില തകർത്ത്. ശാലു ഒന്ന് ഇരുന്ന
ഇരുന്ന് പോസ് ചെയ്തേ. ഇരുന്ന് പോസ്. ആ ഓക്കെ. ചാലു ഇരിക്കി. ആ നസ്വേ ഇവിടെ ഇരിക്കി, ഇവിടെ ഇരിക്കി. ഹായ്. ആ ബാ ഇരിക്കി. ഫോട്ടോ എടുക്കാലോ. ഫോട്ടോ. Come on. Sit baby. ഒക്കെ കളിക്കണോ? ആ റെഡി. അടിപൊളിയാണ്. അടിപൊളി പോസാണ്. ഒരു ശാലുവിനിക്കല്ല. ആ കിട്ടില്ല പോസ്. യെസ്. ശാലുവിന്റെ മുഖയിലൊന്ന് റെഡിയാക്കടാ. സിഗ്മ വേണ്ട, സിഗ്മ വേണ്ട. യോഗ അടിച്ചേ. നാച്ചി ശാലു സ്കൂൾ ഫാൻസ് ഉണ്ടോ കുറവാ? ശാലു കബഡി കളിക്കലുണ്ടാ? സ്കൂള് സൈലന്റ്. ഇവിടുന്ന് ഫുള്ള് സൈലന്റ് ആണല്ലോ. ടീച്ചർ എന്തിന്? എന്തിന്? ലൈബ്രറിയിൽ സൗണ്ട്. 2 സ്റ്റെപ്പ് കളിച്ച. 2 സ്റ്റെപ്പ്. വാ വാ വാ. ഓഫീസിൽ പോക്കൊന്നുമില്ല. വാ അസ്ബി. യല്ലാ. ഐസോ ഫോൺ വെച്ചോ. ആയിസ് ഫുൾ ടൈം ഗെയിമാണ്. നിർത്തിക്കോ. ഫോൺ എറിയുന്ന അടിച്ച് ഞാൻ പൊട്ടിച്ചല്ലേ. ഫോൺ എറിയ പൊട്ടിപ്പോ. പോവാ. ഞാനിവിടെ ചാറ്റ് ചെയ്യുന്നേ. സത്യം പറ. കള്ളത്തരം പറ. നിങ്ങൾ ആരോട് ചാറ്റ് ചെയ്യുന്നതാ? ഐസു അടികൂടി, അടികൂടി. ഐസോ നെഹ്റൂസിന്റെ അടികൂടി. അടിക്കി നെഹ്റൂസിനെ അടിക്കി. ഫോണും അടിക്കി. ഹലോ യാല്ല. പോവാ 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 പോവാ. അസ്ബി ഇനി രാവിലെ ചെയ്ത ചളുക്കി പരിപാടി പറയട്ടെ. രാവിലെ ചെയ്ത ചളുക്കി പരിപാടി പറയട്ടെ. എന്താ ഐസോ? പോലീസ് പോലീസ്. റൺ റൺ റണ്ണടി. നീ ഭയങ്കര പ്ലെയറാ, ഭയങ്കര പ്ലെയറാ, ബാറ്റ്മാൻ പ്ലെയറാ. നീ വന്നോ ജയിക്കുക? ആ പിന്നെ BMW ഷോറൂം പോയില്ല.
ചാവൻ താഴ്ന്നു കഴിഞ്ഞ് ചാലു ഷവർമ എമ്മിയാ തീസിണ്ടാ വരുന്നോണ്ടിക്ക് ഐസു എമ്മിയാ ഷവർമ ഷവർമ ഐസില ആരാ നോക്കുന്നത് കോളയെല്ലാം കാണുമ്പോ ഇങ്ങനെയാണ് കെറ്റലെടുത്തത് അടുത്ത കാലം അടുത്ത കാലം ഒരു കാലം ഒരു ഭർത്തുണ്ടായി ഒരു കാലം അയ്യോ രണ്ടു കാലം ഉണ്ടാവില്ലേ ഒരു കാലം അതിന്റെ ഉള്ളിൽ കെട്ടി വെച്ചിട്ടുണ്ട് മുറിച്ചു കൊടുക്കുക ഞാൻ എടുക്കുന്നു ഈ റൈസ് പറഞ്ഞിക്കാലോ അത് പൊളിച്ചോ ഐസ് ഞാൻ കോള വിട്ടിക്കില്ല ഗീ റൈസ് എടുത്തോ ഗീ റൈസ് കുട്ടികൾ കഴിക്കൂല ചപ്പാത്തി ഉണ്ട് ആ എന്നാ ഓക്കെ നോക്കിട്ട് പറ കാലെടുത്തോണ്ട് കാല് പറിക്കുന്ന എന്തിനാ കരയണേ ഇരുന്നുണ്ടാ ആ വെള്ളത്തിന്റെ ഗ്ലാസ് ഏതാ ഗ്ലാസ്സിൽ ഫുള്ള് കച്ചറയാക്കി ആടെ ആ ടേബിൾ മേലുണ്ടാവും ഗ്ലാസ് അതിലുണ്ടാ ഒരു വേറെ ഗ്ലാസ് ഒന്നുമില്ല ഈ ഒരു ഗ്ലാസ് ഉള്ളൂ എമ്മിയ സൂപ്പറാ ഇഷ്ടണ്ടാ ടേസ്റ്റിലായാലും എന്നാ നെഗറ്റീവ് പറയുന്നത് ഐസോ ഫോളോ ഒഴിവാക്കിയാ നസ്ബി ഐസോന് കൊടുക്ക് ഐസോക്ക് കൊടുക്ക് മുട്ട ചിക്കൻ ഇട്ട മുട്ട എന്നാ ഐസോന് കൊടുക്ക് എനിക്ക് വേണ്ട നസ്ബിനെ നസ്ബിനെ കൊടുക്ക് ചാലോ ചിക്കൻ ഇത് ബീഫ് വീഴുക കൂട്ടിട്ട് ചെറുക്കുന്നുണ്ടല്ലോ കഴിച്ച മുത്തേ
ജിമ്മൻ കാക്കന്റെ വൈറലായത് ഭയങ്കര സിക്സ് പാക്ക് ഉള്ള എന്താണ് അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത് പൊളിയാണല്ല. ഓ പുറത്ത് പോയാലും ചോക്ലേറ്റ് ചോക്ലേറ്റ് ഫുഡ് കഴിച്ചു. റോബ്ലക്സ് കളിക്കുമോ എന്നാ ട്രാവൽസിൽ? നെജിലെ പണക്കത്തില് തന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് വരാത്ത ഫുഡ് കഴിക്കാൻ വരാത്തതാ തന്നെ. വെള്ളിയാഴ്ച ഓവർ ടൈം എടുക്കണമെങ്കിൽ സ്വന്തം ട്രാവൽസിൽ നിന്ന് ട്രാവൽസ് കണ്ടോട്ടോ. നീ ആയിട്ട് പിണങ്ങിയോണ്ട് ഫുഡ് കഴിക്കാൻ വരാത്തോട്ട് പാർസൽ പറഞ്ഞു. എന്നെ കൊണ്ട് പാർസൽ മേടിപ്പിച്ചു. പാർസൽ എടുപ്പോയി രണ്ടാൾ കഴിച്ചോ? ഫുഡ് കഴിച്ചോ? അഞ്ചാം സ്ഥാനം കിട്ടിയ ദോഹ ബാങ്കിന്റെ മാരത്തോണാ? ദോഹ ബാങ്കിട്ടാ? അഞ്ചാം സ്ഥാനം കിട്ടി. 50 വയസ്സുണ്ടോ അവർക്ക്? എനിക്ക് 54. ഞാൻ ഒരാഴ്ചത്തെ പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ. നിങ്ങള് ജിമ്മിന് നോക്കില്ല ഇപ്പൊ? നിർത്തിയാ? ഫുള്ളെടുക്കരുത് ഐസു. ബൈസിക്കിളാ? രാവിലെ ഓടൂ? അല്ല ഓടിക്കൂ? 5 മണിക്ക്. ആ അവിടെ നിങ്ങോട്ട് ഇതൊക്കെ വാങ്ങി പറഞ്ഞു എല്ലാം കിട്ടി. ഇപ്പൊ കാര്യമായിട്ട് തന്നെ പരിപാടി യൂട്യൂബ് ഒന്നുമില്ല. ഇങ്ങനെ ചുമ്മാ വെറുതെ ഒരു രസത്തിന്. ഞാൻ ഗൾഫ് നിർത്താൻ പോകുന്നു. അപ്പൊ നാട്ടിൽ പോയി ഓർമ്മക്ക് വേണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ പോയി സിനിമ പഠിക്കാൻ പോകും. സിനിമ പഠിക്കാൻ പോവാ. സിനിമ അളിയൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകും. എന്താ ലുക്കിന് ചില ഇവനെ കണ്ടിട്ട് ഇപ്പൊ വേറെ കിട്ടുമല്ല ചാൻസ് ഉണ്ട്. ഇവരായിരിക്കും അധികം ഇവന്റെ ബ്രോക്കർ ആവുക. നിങ്ങളെ നിങ്ങളായിട്ട് അത്രയും കമ്പനിയായി വെക്കുന്നതാണ്. കൊറോണ വന്നിട്ട് എത്ര ആൾക്കാർ പോയി? ഞങ്ങള് രണ്ടാളും. പക്ഷെ എനിക്ക് ഭയങ്കര ലുക്കാക്കി. ടിക്ടോക്കില് ഒരു വീഡിയോ എല്ലാം ഇട്ടാണ്ടെങ്കിൽ ടിക്ടോക്കില് വീഡിയോ ഫോട്ടോസ് എല്ലാം ഇടുന്നേ ടിക്ടോക്കില് ഏത് ഐസ് ഇങ്ങ് വാ. ഇങ്ങനെ ഇന്നോട് ഞാൻ പറഞ്ഞേക്ക് വെക്കേഷൻ ഉണ്ടാ? ഫ്രീ ടിക്കറ്റ് ഉണ്ടാ? അതിനെ കൊണ്ട് ഒരു ഉപകാരം എനിക്ക് ഇതുവരെ കിട്ടിയില്ലേ. എന്നാ പരിപാടി? എന്ത് യൂട്യൂബാ? TV അല്ല, ക്യാമറ ആയിരുന്നു. ക്യാമറ ഫുഡ് കഴിച്ചോ? നല്ല ചിക്കൻ. TV വർക്ക് ചെയ്യൂല.
ഹോട്ടലിന് വിൻറ്റേജ് കാർ ഫിയറ്റ് 1978 അടിപൊളിയായിട്ട് സ്പോർട്സ് കാർ. സിറ്റി സെൻറ്ററിലെ 3rd ഫ്ലോറിലാണ് ആവശ്യം കൊണ്ടുവന്നപ്പോൾ പാർക്കിങ്ങൊക്കെ ഉള്ള സംഭവങ്ങളാണ്. മ്യൂസിയമാണെന്ന് തോന്നുന്നു. വൈറ്റ് വില്ലേജ് കാർ സിസ്റ്റം ചാർജ് ഫ്രണ്ടിലുള്ള
ഓട്ടോമാറ്റിക് അഞ്ഞൂറുണ്ട്. യുദ്ധത്തിനൊക്കെ മാറാവോ? ഇത്രയും നല്ല എഞ്ചിന് ചെവർലെറ്റ് 1975 മോഡൽ എഞ്ചിനാണ്. എഞ്ചിന് ബെൽറ്റ് കിട്ടില്ല. സ്പോർട്സ് വണ്ടി ഇവിടുത്തെ ഖത്തറികളെല്ലാം ഉപയോഗിച്ച് ഷെയ്ക്കന്മാർ ഉപയോഗിച്ച വണ്ടിയാണ്. ഹലോ വീല് കിട്ടില്ല. എഞ്ചിനോ ടോപ്പ് മോണിറ്ററിൻ്റെ ടോപ്പ് മിററില്ല. വണ്ടി മാറില്ലാത്തത് ഇതല്ല. ചെയ്യപ്പെട്ടത് ഫ്രണ്ടിലുണ്ട്. എഞ്ചിൻ ബാക്കിലോട്ടോ പെട്രോൾ ടാങ്ക് ബാക്ക് അടിപൊളി കേട്ടോ. വീലോ
നല്ല സമൂസയും ചായ കുടിച്ചിട്ടുണ്ട്. മുഷ്കലിനെ നല്ല സമൂസയും ചായ കുടിച്ചിട്ടുണ്ട്. പഞ്ചാബി സമൂസ, ചിക്കൻ റോൾ. ഇവിടെ ഇരുന്ന് ചായ കുടിക്കാൻ നല്ല രസം കേട്ടോ. വെള്ളങ്ങളിങ്ങനെ സമരുന്നുണ്ട്. കയറാനുണ്ട്. മലയാളിയാണ്. നല്ല പരസ്യ ചിത്രങ്ങളാണ് എടുത്തത്. അടിപൊളി ഹലോ ഗായ്സ്, ഞാനിന്ന് വൈകിട്ട് ജിമ്മിന് പോയി. അത് കഴിഞ്ഞ് ചുമ്മാ ഒന്ന് കൊൽക്കത്തയിലുള്ള നോമ്പ് തുറൻ്റെ സമയം വരെ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി പോയത്. അപ്പോൾ കണ്ട കുറച്ച് സീൻസ് എടുത്തൊരു ഖത്തറിയാൻ തോന്നുന്നൊരു ബോട്ട് റൈസിംഗ് ഒക്കെ കഴിഞ്ഞ് ഈവനിങ് വണ്ടിയിലേക്ക് കയറ്റാൻ വേണ്ടി ലാൻഡ് ക്രൂസറിൻ്റെ മുകളിലൊരു കാരിയർ ഉണ്ടാവും. ആ കാരിയറിൻ്റെ മുകളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന സീനാണിത്. പിന്നെ അടുത്തത് വേറൊരു വണ്ടിയുണ്ട്. വേറൊരു ചെക്കൻ ഇങ്ങനെ വണ്ടി കയറ്റാൻ നോക്കുന്നുണ്ട്. പൈസ ഉള്ളവരുടെ വേറൊരു ഹോബീസാണിത്. ലാൻഡ് ക്രൂസർ ഇങ്ങനെ കൊണ്ടുവരിക. പിന്നെ അങ്ങനെ തന്നെ ഖത്തറിൽ പോയതിന് ശേഷം കുറച്ച് നല്ല നല്ല സീൻസൊക്കെ കണ്ടു. എന്നും ഖത്തറിൽ ഈവനിങ്ങിൽ പോഷ് കാറിൻ്റെ റാലീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നതൊക്കെ കണ്ടു. ഇതൊരു ഗിഫ്റ്റിൻ്റെ ഒരു ആകൃതിയിലുള്ള ഒരു ബിൽഡിങ്ങാണ്. പോഷ് കാറുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി കാറും കാര്യങ്ങളും. പക്ഷേ ഞാൻ വൈകിട്ടായി, ഒരു 5:30 മണിയായിട്ട് എല്ലാവരും പോകേണ്ട സമയമായിരുന്നു. അപ്പം ഓൾമോസ്റ്റ് എല്ലാ കാറും വന്നു പോയി. ഒരുപാട് ക്യാമറാമാൻസുകളെല്ലാം അതർ സൈഡിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കാനും പിടിക്കാനൊക്കെ ഇങ്ങനെ നിന്നിട്ടുണ്ട്. നല്ല കിട്ടില്ല ആബൂസിൻ്റെ ബൈക്ക്. പിന്നെ വിൻറ്റേജ് കാറൊക്കെ ഉണ്ട്. ഒരുപാട് വിൻറ്റേജ് കാറ്, കുറുപ്പിലെ കാറ്, അങ്ങനെ ഒരുപാട് കാറുകളുണ്ട്. ജീപ്പ് ഉണ്ട്. ഇതാ കുറുപ്പ് ഇത് വേറൊരു കാറ്, ജീപ്പ്. വെറൈറ്റി കാറ്, പിക്കപ്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കണ്ടത് പിന്നെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. ചെറിയൊരു ഫുഡ് കൗണ്ടറുകളുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. അതൊക്കെ ഒന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇതൊക്കെയാണ് ഒരു കൗണ്ടറിൻ്റെ ലുക്ക്. ഞാനിങ്ങനെ കാർ ഡ്രൈവ് ചെയ്തു. അങ്ങനെ അവിടെയൊക്കെ കയറി നോക്കി. അടിപൊളിയായിരുന്നു. പിന്നെ ഒന്ന് കാർ പാർക്ക് ചെയ്തു. ഒരു 2 മൈലുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ലൈറ്റപ്പിൽ. ആ മൈലിനൊക്കെ എടുത്തു. പക്ഷികളുടെ സൗണ്ട് വേറെ ലെവൽ. ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ബട്ടർഫ്ലൈൻ്റെ കുറച്ച് സംഭവം. ഇത് പ്രാവിനായിട്ട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ബിൽഡ് ചെയ്തൊരു കൂടാണ്. ഇത് പിന്നെ ഞാറ് നടുകയെന്ന് പറയുമ്പോൾ അതേപോലത്തെ ലൈറ്റ്സാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആണ് ശരിക്കും കണ്ടാൽ ലൈറ്റില്ല നെല്ലാന്ന് വിചാരിക്കും. അത് വെറുതെ പറഞ്ഞതാണ്. കാണാൻ ഭംഗിയുണ്ട്. കത്തുമ്പോൾ ഒരു നെല്ലിൻ്റെ ഒരു ഫീലുണ്ട്. കത്തിയിട്ടില്ല ഒന്നും ഉണ്ടാവും. പിന്നെയൊക്കെ ഇതെല്ലാം വെറൈറ്റി ആയി. പൈസ ഉള്ളവരുടെ ഓരോ ഹോബീസേ. പിന്നെ കുറേ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ നല്ല ലൈറ്റൊക്കെ മരത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. നല്ലൊരു വൈബ്. ഒരു ഫുഡ് സ്ട്രീറ്റ് തന്നെ. ചെറിയ ക്യാബിൻസാണ്. ചെറിയ ഷവർമ, സാൻഡ്വിച്ച്, ബർഗറൊക്കെയുള്ള കൗണ്ടേഴ്സാണ്. പിന്നെ ഈ ലൈറ്റ്സൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ മതിലിൻ്റെ മുകളിൽ, മതിൽ എന്ന് പറഞ്ഞാൽ സൈഡ് വാൾ പോലെ അതിൻ്റെ മുകളിൽ ഞാറൊക്കെ നട്ട് ലൈറ്റ്. സൈഡിൽ ഒരു ഫിഷ്, ഒട്ടകം, കുതിരയൊക്കെ ഉണ്ടായിരുന്നു. ഈ ലൈറ്റ് കൊണ്ട് ഉണ്ടാക്കി വെച്ചത് ഒട്ടകമാണിത്. പിന്നെ ഉള്ളത് കുതിര. ചാടും കുതിര, ഓടും കുതിര എന്നൊക്കെ പറയുന്ന 2 ചാടുന്ന കുതിര. എന്നിട്ട് നല്ല കുറേ ദൂരത്തിൽ സൂം ചെയ്തെടുത്താണ്. കുറേ നല്ല കെട്ടിലും വില്ലാസോ ബിൽഡിങ് കണ്ടു. അവിടെയുള്ള സീനറിയാണിത്. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത്
നമ്മളെ യെല്ലോ കാർ, 2 കിടിലം കാറ്. ഹാബൂസിൻ്റെ ബൈക്ക്, യെല്ലോ കാസ്, ഇതിൻ്റെയൊക്കെ റാലിയായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ നല്ല മസ്റ്റാങ്ങിൻ്റെ എല്ലാം കാറുണ്ട്, നല്ല അടിപൊളി. പിന്നെ ഈ കാറ് ഈ നോമ്പിന് മാത്രം കാണും, നോമ്പിന് മാത്രമേ ഈ കാറുകളുണ്ടാവും. വെറൈറ്റി കളർ, നല്ലൊരു ബൈക്ക്, പക്ഷെ അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഈ കാർ അധികം നോമ്പിന് മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ നമ്മൾ അല്ലാണ്ട് ഓടാനുള്ള പെർമിറ്റ് ഇല്ല, അറിയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട്. എല്ലാവരും ഇതിനെ തന്നെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സും ബ്ലോഗേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല കിടില ലൈറ്റ്. ഇനി ആ സ്ലോ മോഷനിൽ വേറെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ ഈവനിങ്. മഴയത്ത് ഒരു അറബി ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നതൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട്. കുറച്ച് മുന്നോട്ടുണ്ടാവും. പിന്നെ ഞാൻ iPhone 15 Pro Max ആയതുകൊണ്ട് ഇതൊക്കെ എവിടെ വന്നാലും സൂം ചെയ്തെടുക്കുക. ഇതൊന്നും കേൾക്കുന്നില്ലല്ലോ, റെക്കോർഡ് ചെയ്യുന്നൊന്നുമില്ലല്ലോ അല്ലേ കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ അറബി. മഴയത്ത് കുടയും ചൂടി നല്ല കുട്ടികളൊക്കെ ഇങ്ങനെ. ഇത് ഇവിടെ ഒരു ബേർഡുണ്ട്. ആ ബേർഡിനിടുന്ന മുഖത്തിടുന്ന ക്യാപ്പാണ്. ആ ബേർഡിൻ്റെ പേരെന്തായിരുന്നു, പേര് മറന്നു. അതിൻ്റെ ക്യാപ്പിൻ്റെ മാതിരിയുള്ള ഒരു ബിൽഡിങ്ങാണത്. ഫാൽക്കൺ ബേർഡ്സിന് ഇവിടെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അവർക്കിവിടെ ലക്ഷറി ഫ്ലൈറ്റ് ഉണ്ട് മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ. ഇതാണ് അറബി. അയാളിങ്ങനെ നിന്നിട്ടെല്ലാം ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ബാക്കിൽ നിന്ന് കിടിലായിട്ട് പകർത്തി. ഇയാളെ ബൈക്ക് കാറാണത്. പിന്നെ യെല്ലോ കാറ്, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല വൈബ് തന്നെയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുക. ചെറിയ സ്പേസ് ആണല്ലോ. എങ്ങനെയാണ് ഈ അമ്പലം കയറി പോകുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്ക്, അടിപൊളി. വീട്ടിൽ റെക്കോർഡൊക്കെ കഴിഞ്ഞ് ബെഡിലിരുന്ന് എഡിറ്റ് ചെയ്ത് മനസ്സിലാവാൻസോടെ ഡബ് ചെയ്യുന്നുണ്ട്. ക്ലിയറൊന്നുമില്ല. ഇങ്ങനെ ചാരി കിടന്നിട്ടൊക്കെ നമ്മുടെ വോയിസ് ഒന്നും ഇങ്ങനെ വരുന്നില്ല. പിന്നെ ഇത് ഫിനിഷ് ചെയ്യണ്ടേ, എഡിറ്റ് ചെയ്യണ്ടേ, അപ്ലോഡ് ചെയ്യണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അതാണ് വോയിസ് ഒന്നും അത്ര ക്ലിയർ ഇല്ലാത്ത. പിന്നെ ഇതൊക്കെ നല്ല ബിൽഡിങ്. ഇതൊരു റെസ്റ്റോറൻ്റാണ്, കിട്ടില്ല റെസ്റ്റോറൻറ്റ്. കാണാൻ നല്ല ലൈറ്റിങ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നാളെ പെരുന്നാളല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഇട്ടുണ്ടെന്ന് വിചാരിച്ച് ഷോട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്യണം. ഇതാണ് പ്രാവിൻ്റെ കൂട്. ഒരു മലയാളി ഫാമിലിയാണ് അതിലൂടെ നടന്നു പോകുന്നത്. അവർ കുറേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഇതൊരു ചെറിയൊരു സ്റ്റേജ് പോലെ ഫ്ലവേഴ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ ഹോളിലും ഓരോ പ്രാവുകൾക്കുള്ള കൂടാണ്. ഇതൊക്കെ അവിടെയുള്ള ബിൽഡിങ്ങും ഹോട്ടൽസ് എല്ലാം തോന്നും. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫുഡ് സ്ട്രീറ്റില്ലേ, ഫുഡ് സ്ട്രീറ്റ്. ചെറിയ ചെറിയ കൗണ്ടേഴ്സ്, ഒരേ ഡിസൈനിലെ കൗണ്ടേഴ്സാണ്, പക്ഷേ ലൈറ്റപ്പൊക്കെ ഡിഫറെൻ്റാണ്. പിന്നെ കാണുന്നവരൊക്കെ എൻ്റെ ചാനലെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തത് ഞാനൊരു സിനിമാ സംവിധായകനാണ്. മീൻസ് ഷോർട്ട് ഫിലിംസ് സംവിധാനം ചെയ്തിട്ടുണ്ട് 2 എനിക്ക് സിനിമാ സംവിധായകനാണ് ആഗ്രഹം. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ കാലമായിട്ടൊരു കഥയുണ്ട്. 10 വർഷം ഗൾഫിലായതുകൊണ്ട് പോയി പറയാനൊന്നും പറ്റില്ല. ആ കഥ ഞാൻ യൂട്യൂബിലൂടെ പറയാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള പരിപാടിയിലാണുള്ളത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കേൾക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഓരോ ബ്ലോഗിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അത് ആൾക്കാരുടെ മനസ്സിലൊന്നും